കേരളത്തിലെ വാർത്തകൾക്കപ്പുറം സംശുദ്ധമായ പൊതുജീവിതം എതിരാളികളുടെ ഭീഷണികളിലൂടെ മാറാത്ത പ്രവർത്തനങ്ങൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വരുന്ന പറയുന്നതുകൊണ്ട് ഞാൻ അതിൽ കടക്കുന്നുണ്ട്. ആദ്യമായി ഈ സമ്മേളനത്തെ ക്ഷണിക്കുന്നു കേരളത്തെ പഠനത്തെക്കുറിച്ച് ശ്രീ ഈ അവാർഡ് ജേതാക്കളായ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായ ബഹുമാനരായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നിരവധി മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് ആ മാനദണ്ഡങ്ങളിൽ പലരും ഒന്നാം സ്ഥാനത്ത് വന്നതുകൊണ്ടാണ് ജനവൈദ്യുതി പുരസ്കാരത്തിന് പിച്ചൂർ പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത് വേമ്പനാടൻ കായലിന് തീരത്തുള്ള മനോഹരമായ ഒരു കാർഷിക ഗ്രാമമാണ്. ഈ കാർഷിക ഗ്രാമത്തിൽ കൃഷിയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി പ്രസിഡന്റ് ശ്രീ കെ ആർ ശൈലകുമാറിനെ ക്ഷണിക്കുന്നു. വലിയ സങ്കടകരമായ ഒരു സുവിശേഷം കോട്ടയം ജില്ലയുടെ കുട്ടനാട് മേഖലയിൽ നിൽക്കുകയാണ്. തിരുവാറൂർ പ്രദേശത്തേക്ക് അവിടെ കൃഷിക്കാർ കാത്തു നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പുറപ്പെട്ടു. ഒരിക്കൽ കൂടി എല്ലാവരുടെയും സതീശൻ അവർക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കേരള കൗമുദിയുടെ കോട്ടയം യൂണിറ്റ് ചീഫ് പ്രിയപ്പെട്ട ശ്രീ ആർ ബാബുരാജ്, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, കേരള കൗമുദിയുടെ വൈക്കം റിപ്പോർട്ടർ ശ്രീ അമർ ഗോപി, അവാർഡ് ഏറ്റുവാങ്ങി കേരളയുടെ നവോത്ഥാനപരമായ ചിന്താഗതികളും അതുപോലെ തന്നെ നമ്മുടെ നാടൊക്കെ പ്രശ്നത്തെ പ്രതിനിധിച്ചപ്പോൾ അതൊക്കെ കേരള കൗമുദി ഒരു പത്രമാധ്യമങ്ങളിൽ ഏറ്റെടുത്ത ചുമതലകളും അവര് പൊതുസമൂഹമായി പറയുന്നതുകൊണ്ട് ഞാൻ അതിൽ കടക്കുന്നുണ്ട്. ആദ്യമായി ഈ സമ്മേളനത്തെ ക്ഷണിക്കുന്നു കേരളത്തെ പഠനത്തെക്കുറിച്ച് ശ്രീ